എല്ലാ പ്രേക്ഷകരെയും ശാലോം ടി വിയുടെ ഹെവൻലി മെലഡീസിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ഹൃദയങ്ങൾക്ക് ആശ്വാസവും സമാശ്വാസവും ശാന്തിയും ഒത്തിരി ഗാനങ്ങളിലൂടെ, ഒരു പിടി ഗാനങ്ങളിലൂടെ നൽകിയിട്ടുള്ള ഒരു പ്രിയപ്പെട്ട അച്ഛൻ ലിനോ പുത്തൻവീട്ടിൽ അച്ഛൻ്റെ ഒപ്പമാണ് നമ്മളിപ്പോൾ ആയിരിക്കുക. നമുക്ക് ഏറെ ഒന്നും അച്ഛനെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. അച്ഛൻ്റെ പാട്ടുകൾ പലതും നമ്മൾ നെഞ്ചോട് ചേർത്ത് വെച്ചതാണ്. എനിക്ക് വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ ഒത്തിരി നാളായിട്ട് പരിചയപ്പെടാനായിട്ട് ആഗ്രഹിച്ചിരുന്ന ഒരു അച്ഛനെയാണ്. അതിൽ ഒത്തിരി സന്തോഷമുണ്ട് ഈ ഫ്ലോറിൽ വെച്ച് ആദ്യമായിട്ട് കാണാനും പരിചയപ്പെടാനും പറ്റിയത്. അച്ഛൻ്റെ പാട്ടുകൾ ഒത്തിരി ഞാൻ ഫോളോ ചെയ്യുന്നതാണ്, പലതും ഞങ്ങളുടെ ശുശ്രൂഷകളിലൊക്കെ പാടുന്നതാണ്. ഒത്തിരി സന്തോഷത്തോടെ പ്രിയപ്പെട്ട ലിനോ അച്ഛ ശാലോം ടി വിയിലേക്ക്, ശാലോം ടി വിയുടെ ഹെവൻലി മെലഡീസിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യാണ് അച്ഛൻ. താങ്ക് യു സോ മച്ച്. സുഖമായിരിക്കുന്നില്ല അച്ഛാ? സുഖം. അച്ഛൻ തന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വെച്ചാൽ എല്ലാവർക്കുമായിട്ട്. ഈ മുഖം എല്ലാവർക്കും തന്നെ പരിചയമുള്ള, എന്നാൽ അച്ഛൻ്റെ വാക്കുകളിലൂടെ തന്നെ ആയിക്കോട്ടെ ഇപ്പോഴത്തെ ശുശ്രൂഷ എന്നൊക്കെയാന്ന് പറയാമല്ലോ. എൻ്റെ പേര് ഫാദർ ലിനോ, വീട്ടുപേര് പുത്തൻവീട്ടിൽ നിന്നാണ്. ഞാൻ അച്ഛനായിട്ട് 6 വർഷമായി. കണ്ണൂർ രൂപതയുടെ അച്ഛനാണ്. കണ്ണൂർ രൂപതയുടെ തന്നെ സ്റ്റുഡൻ്റായി പഠിച്ച് ആലുവയിലും മംഗലാപുരം സെമിനാരിലും പഠിച്ച് അങ്ങനെ വൈദികനായൊരു അച്ഛനാണ്. ഇപ്പോൾ ശുശ്രൂഷ ചെയ്യുന്നത് കണ്ണൂർ രൂപതയുടെ മതബോധന ഡയറക്ടറായിട്ടാണ്. നമ്മൾക്ക് ഏകദേശം 65ഓളം മതബോധന സെൻറ്റേഴ്സ് ഉണ്ട് കണ്ണൂർ രൂപതയ്ക്ക്. മതബോധന ഓഫീസ് പരിയാരത്താണ്. ഒപ്പം പരിയാരം മെഡിക്കൽ കോളേജിലൊക്കെ വരുന്നവർക്കൊക്കെ അറിയാം, അതിന് നേരെ മുൻപിലായിട്ടൊരു ദേവാലയമുണ്ട്, ക്രിസ്തുരാജ സന്നിധാനം ദേവാലയം. ദൈവദാസൻ സുക്കോളച്ചൻ പണി കഴിപ്പിച്ച ഒരു ദേവാലയം. ഒത്തിരി എല്ലാ മതവിശ്വാസങ്ങളിൽ പെടുന്നവരും മെഡിക്കൽ കോളേജിൽ വരുന്ന രോഗികളും ബൈസ്റ്റാൻഡേഴ്സും എല്ലാവരും ഓടിയണയുന്നൊരു ദേവാലയമാണ്. അപ്പോൾ ആ ദേവാലയത്തിൻ്റെ ചാർജുണ്ട്, അവിടെയാണ് ഓഫീസ്. അങ്ങനെ വളരെ ഭംഗിയായി ശുശ്രൂഷ മുന്നോട്ട്. നല്ല തിരക്കുണ്ട്, നമുക്കറിയാമല്ലോ. ഒരു കാറ്റഗിസം ഡയറക്ടർ എന്നൊക്കെ പറയുമ്പോൾ രൂപതയുടെ ശുശ്രൂഷയിൽ ഏറ്റവും പ്രധാനപ്പെട്ടാണ്. അത് അതുപോലെ വിശ്വസ്തയോടെ അല്ലെങ്കിൽ ഭംഗിയോടെ ചെയ്യാൻ പറ്റുന്നവരെ ഏൽപ്പിക്കുക. അപ്പോൾ അച്ഛാ അതിപ്പോൾ 3-ാമത്തെ വർഷമാണോ അല്ലേ? 2 വർഷം പൂർത്തിയാക്കി 3-ാമത്തെ വർഷം. അത് ഭംഗിയായിട്ട് പോകണം. കണ്ണൂർ രൂപതയുടെ കാറ്റഗിസം ഒക്കെ വളരെ ഭംഗിയായിട്ട് അത് അച്ഛൻ്റെ കയ്യിൽ അത്രമാത്രം ഭദ്രമാണ്. നമുക്ക് ഈ എപ്പിസോഡ് അച്ഛൻ്റെ വളരെ ഹൃദയസ്പർശിയായിട്ടുള്ള, അത് വ്യക്തിപരമായിട്ട് ഞാൻ പറയാം, ഞാൻ അച്ഛനെ കണ്ടപ്പോഴേ തന്നെ അത് പറയുകയും ചെയ്തതാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ക്രിസ്തീയ ഭക്തി ഗാനങ്ങളിലൊന്നാണ് ആ ഒരു പാട്ട്. ആ ഒരു ഗാനത്തോടുകൂടെ, കറുത്തിരണ്ട മുഖമൊന്ന്, ആ ഒരു ഗാനത്തോടുകൂടെ നമുക്ക് ഈ എപ്പിസോഡ് ആരംഭിക്കാം. കറുത്തിരുണ്ടെന്ന മുഖമൊന്നു കണ്ടാൽ മനസ്സിൻ്റെ വ്യഥ മാറുമേ. നിലം പതിച്ചന്നാൾ നീണം വറ്റി വീണാൾ നിസാരമാണെന്നോവുകൾ. കറുത്തിരുണ്ടെന്ന മുഖമൊന്നു കണ്ടാൽ മനസ്സിൻ്റെ വ്യഥ മാറുമേ. നിലം പതിച്ചന്നാൾ നീണം വറ്റി വീണാൾ നിസാരമാണെന്നോവുകൾ. ആപാദം പുൽകുന്നേ, ആഗേഹം തേടുന്നേ, ആ സ്നേഹം മതിയെന്നേ, അതിനതിരുകളില്ല. തനിച്ചു നീ ചുമന്നതോ എൻ പാപം, തകർന്നതോ നിൻ ചങ്കനിക്കായി. തനിച്ചു നീ ചുമന്നതോ എൻ പാപം,
പകർന്നതോ നിൻ ചങ്കനിക്കായി. ആരും സഹായിക്കാനില്ലാതെ നീ പുകഞ്ഞ വഴി തേടി കുതിക്കാനായി കൃപ നൽകൂ, കൃപ നൽകൂ. കണികകളെല്ലാം വറ്റിയ വിരിമാറ് കുത്തിപ്പിളർന്നപ്പോൾ ജീവജലം. കണികകളെല്ലാം വറ്റിയ വിരിമാറ് കുത്തിപ്പിളർന്നപ്പോൾ ജീവജലം. ഉയരേകിയവൻ സ്വയം ശൂന്യനായി തൂങ്ങുമ്പോൾ തുല്യനായി വേറൊരു വല്യവനില്ല, വേറൊരു വല്യവനില്ല. കരുത്തിരുണ്ടെന്ന മുഖമൊന്നു കണ്ടാൽ മനസ്സിൻ്റെ വ്യഥമാറുമേ. നിലം പതിച്ചന്നാൾ നീണം വറ്റി വീണാൾ നിസാരമാണെന്നോവുകൾ. ആ പാദം പുൽകുന്നേ, ആഗേഹം തേടുന്നേ, ആ സ്നേഹം മതിയെന്നേ, അതിനതിരുകളില്ല. ലിനോ അച്ഛാ, നമ്മളിങ്ങനെ ലയിച്ചിങ്ങനെ അറിയാതെ ഇങ്ങനെ നമ്മളിരുന്ന് പോകും. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടൊരു പാട്ടാണിത്. ഡൗൺലോഡ് ഞാനിത് മിക്കപ്പോഴും ഇത് രാത്രി നമ്മൾ കിടക്കുമ്പോഴൊക്കെ പാടുന്ന പാട്ടാണ്. ഇതിൻ്റെ വരികൾ മനോഹരമാണ്, ഇതിൻ്റെ സംഗീതം മനോഹരമാണ്, ഇതിൻ്റെ ഓർക്കസ്ട്രേഷൻ നല്ലൊരു ക്വാളിറ്റി, എന്താ പറയുക, ഒരു നല്ല ഫീലാണ്. അതിനേക്കാൾ ഉപരിയായിട്ട് പറയണമെന്ന് വെച്ചാൽ അച്ഛൻ്റെ ശബ്ദം. അച്ഛൻ ഈ പാട്ട് എങ്ങനെയാണ് ഇതിൻ്റെ പിറകിലെ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമോ? ഈ പാട്ട് ശരിക്കും ഞാൻ പാടേണ്ടതല്ല. ഞാൻ ഈ കോവിഡിൻ്റെ ഒരു കൊടുമ്പിരി കൊള്ളുന്ന ഒരു സമയമൊക്കെ കഴിഞ്ഞ്, അപ്പോൾ ആ സമയത്ത് വൈകുന്നേരങ്ങളിൽ ഇങ്ങനെ നടക്കാൻ പോകുമ്പോൾ ഇങ്ങനെ ഇയർഫോണിൽ ഇങ്ങനെ പാട്ടുകളും ട്യൂണൊക്കെ റെക്കോർഡ് ചെയ്തിടും. അപ്പോൾ ഞാൻ ശരിക്കും ട്യൂണിനോട് ചേരുന്ന വരികൾ ഇങ്ങനെ ആഡ് ചെയ്ത് പോവുകയാണ് ചെയ്യുക. അപ്പോൾ അങ്ങനെ ഒരു ട്യൂൺ ഒരു വ്യത്യസ്തത നിറഞ്ഞൊരു ട്യൂണും വരികളും വരണം എന്നുള്ള ആഗ്രഹത്തോടെ ചിന്തിച്ച് ചെയ്തതാണ്. ആദ്യം ട്യൂണാണ് ഉള്ളിൽ വന്നല്ലേ? ആ, ട്യൂണും പിന്നെ അതിന് നല്ല ചേരുന്ന അർത്ഥം ചേരുന്ന വരികൾ. അപ്പം അങ്ങനെ വരികളും ട്യൂണും റെഡിയായി. പിന്നെ നമ്മുടെ സിയോൺ ക്ലാസിക്സിൻ്റെ ജിനോ കുന്നംപുറത്ത് പുള്ളി എൻ്റെ കുറേ 2-3 പാട്ടുകളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ചേട്ടൻ ഒരു പാട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എറണാകുളത്ത് വിളിച്ചു. അപ്പോൾ അവിടെയാണ് മറന്നിടല്ലേ എന്നുള്ള പാട്ട് കെസ്റ്റർ ചേട്ടനെ കൊണ്ട് പാടി. വിശേഷം അത് വളരെ അത് കഴിഞ്ഞ് പറയാം നമുക്ക്. അപ്പോൾ അതിന് പിറ്റേ ദിവസമാണോ തോന്നുന്നു കൊച്ചിയിലൊരു സ്റ്റുഡിയോയിൽ ജിനോ ചേട്ടൻ ഒരു ആണിപ്പഴുതുകളാൽ അലങ്കരിച്ചിടുവാൻ എന്ന് പറഞ്ഞിട്ടൊരു പാട്ട് റെക്കോർഡ് ചെയ്യും. അപ്പോൾ സ്റ്റുഡിയോ ഇത്തിരി ഫ്രീ ആയപ്പോൾ ഞാൻ ആണിപ്പഴ് അതും അച്ഛൻ്റെ പാട്ട് തന്നെയല്ലേ? ലിറിക് മ്യൂസിക്കും. അപ്പോൾ ആ സ്റ്റുഡിയോ ഫ്രീ ആയപ്പോൾ ഓർക്കസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ട്രാക്ക് പോലെ ഒന്ന് കയറി പാടിയതാണിത്. മുഴുവൻ പാടിയിട്ടു. അപ്പോൾ അതിന് ഓർക്കസ്ട്രേഷൻ ചെയ്തതിൻ്റെ ഒരു ഉറ്റ സുഹൃത്താണ്, കണ്ണൂരിൽ നിന്ന് തന്നെയുള്ള ഫിലിമിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്, ഒരു നിഹിൽ ജിമ്മി. അപ്പോൾ അദ്ദേഹം ആണ് പിന്നെ വൃത്തിക്ക് ഇത് പാടിച്ചു തന്നത്. ഒന്ന് ഓർക്കസ്ട്രേഷൻ ചെയ്യാൻ കൊടുക്കാൻ വേണ്ടി ട്രാക്ക് പോലെ പാടിയതാണ്. പിന്നെ അത് എങ്ങനെയോ അതിൻ്റെ പാട്ടായിട്ട് ഇത് തന്നെ ആ ട്രാക്ക് പാടിയത് തന്നെ ഒറിജിനലായിട്ട് അങ്ങ് ഇറങ്ങുകയായിരുന്നു. അപ്പോൾ ലിറിക്കും മ്യൂസിക്കും പാടിയതും ഒരാളായി മാറി എന്നുള്ളതാണ്. അത് നമുക്കറിയാമല്ലോ, ചില പാട്ടുകൾ പാടുമ്പോൾ കെസ്തറേട്ടൻ അങ്ങനെ കുറേ പേരുടെ ശബ്ദം നമ്മുടെ ഉള്ളിൽ വരും. എനിക്ക് തോന്നുന്നത് ഈ പാട്ട് ഇത് അച്ഛൻ തന്നെ പാടണ്ട, കാരണം എനിക്ക് ഇതിന് പകരം വയ്ക്കാൻ ഒരു വോയിസ് ഇല്ല. നല്ല രസമായിട്ടുണ്ട് അച്ഛാ, ഭംഗിയായിട്ടുണ്ട്. അച്ഛാ വീടൊക്കെ എവിടെയാണ് അച്ഛാ? വീടും വീട്ടിലെ വിശേഷങ്ങളൊക്കെ ഒന്ന് പറഞ്ഞേച്ചാ. ഇത് എൻ്റെ ഒരു ഭാഗ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ വൈദികർക്കൊന്നും കിട്ടാത്തൊരു ഭാഗ്യമാണ്. എൻ്റെ വീടും ഞാനിപ്പോൾ ശുശ്രൂഷ ചെയ്യുന്ന പള്ളിയും എൻ്റെ കാറ്റഗീസ് ഓഫീസൊക്കെ തമ്മിൽ വണ്ടി ഓടിച്ച് പോവുകയാണെങ്കിൽ 10 മിനിറ്റിനുള്ളിൽ എത്താൻ പറ്റും. ഇപ്പോൾ സന്ധ്യ നേരം വീട്ടിൽ പോകുമ്പോൾ അപ്പയും അമ്മയും മാത്രമേ ഉള്ളൂ.
ചേട്ടൻ്റെ വൈഫും കുട്ടികളും. ചേട്ടനും ചേച്ചിയൊക്കെ വിദൂരത്താണ് ജോലി ചെയ്യുന്നത്. അപ്പം നിങ്ങൾ രണ്ടുപേരും 3 മക്കളാണ്. മൂത്തത് ചേട്ടൻ, തൊട്ട് താഴെ ചേച്ചി, ഏറ്റവും ഇളയ ഞാൻ. അപ്പം ഞാൻ ചേട്ടൻ്റെ പേരെന്താ? ചേട്ടൻ്റെ പേര് ജയ്ദാസ്, ചേച്ചിയുടെ പേര് സുമിത. അങ്ങനെയാണ്. അപ്പം എനിക്ക് വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് പോകാൻ പറ്റും. അങ്ങനെ പരിയാരത്ത് തന്നെയാണ് വീട്. മുടിക്കാനും ഇടവക അംഗമാണ് ഞാൻ. അച്ഛാ, ദൈവവിളി നമുക്ക് ദൈവവിളി ഞാൻ അൾത്താര ബാലനായിരുന്നു. അപ്പോൾ ആ സമയത്ത് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പതിയെ സെമിനാരിൽ ചേർന്നു. പിന്നീടാണ് അത് അങ്ങനെ ഒരു ദൈവവിളിയും അച്ഛനാകണമെന്നുള്ള ആഗ്രഹമൊക്കെ പിന്നീട് വളർന്നു. സെമിനാരിൽ ചേർന്നതിന് ശേഷമാണ്. താല്പര്യത്തോടെ ചേർന്നൊന്നുമല്ല, ഞാൻ ഇങ്ങനെ ഉഴപ്പി നടക്കുന്നൊരു ടൈപ്പായിരുന്നു. അങ്ങനെയായിരുന്നു. പക്ഷെ നല്ലൊരു ദൈവവിളി അല്ലേ? അതെ അതെ. ഞാനത് പറയാൻ കാരണം ഇപ്പം എനിക്ക് തോന്നുന്നത് നല്ല അച്ഛനിപ്പം സംഗീതം കുഞ്ഞിലോട്ടുണ്ടായിരുന്നു പാട്ടൊക്കെ. സംഗീതം ഉണ്ടായിരുന്നു. അതായത് സ്കൂളുകളിൽ LP UP ഒക്കെ പഠിക്കുമ്പോൾ ലളിതഗാനങ്ങൾ പഠിച്ചിട്ടുണ്ടോ? ഇല്ല, ഞാൻ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെയാണ് ഇങ്ങനെ കുറച്ചെങ്കിലും പഠിക്കാൻ ശ്രമിച്ചത്. വോക്കൽ അങ്ങനെ. അച്ഛൻ ആദ്യത്തെ പാട്ട് എന്താണ്? പട്ടം കഴിഞ്ഞിട്ട് പട്ടം തിരുപ്പട്ടം എന്നായിരുന്നു? തിരുപ്പട്ടം 2017. ഒരു ഫോർമേഷൻ കാലഘട്ടം എന്ന് പറയുക. സെമിനാരി ചേർന്നത് എവിടെയാണ്? അവിടെ തൊട്ടുള്ള സെമിനാരിയിൽ ചേർന്നത് കണ്ണൂർ രൂപതയുടെ തന്നെ മൈനർ സെമിനാരി ആയിരുന്ന ധർമ്മടം, തലശ്ശേരിയിലുള്ള ധർമ്മടത്തായിരുന്നു. അപ്പോൾ അവിടെ 10ാം ക്ലാസ് കഴിഞ്ഞ് ചേരുന്നു. 1 വർഷത്തെ ഇനീസിയേഷൻ കോഴ്സ്. +1 +2 തലശ്ശേരി, അവിടെ തലശ്ശേരി കോട്ടയോട് ചേർന്നിട്ടുള്ളൊരു സെൻറ്റ് ജോസഫ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു. പിന്നെ ഡിഗ്രി പഠനം ബ്രണ്ണൻ കോളേജിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഫിലോസഫി മംഗലാപുരം ഇൻ്റർ ഡയസിസൻ സെമിനാരി, സെയിൻറ്റ് ജോസഫ്സ് ഇൻ്റർ ഡയസിസൻ സെമിനാരി. അത് നമ്മുടെ തന്നെ കണ്ണൂർ രൂപതയുടെയും കോഴിക്കോട് രൂപതയുടെയും മംഗലാപുരം രൂപതയുടെയും ഉടുപ്പി രൂപതയുടെയും സംയുക്തമായ സെമിനാരിയാണ്. നാഷണൽ കളർ എല്ലാ ബ്രദേഴ്സും വരുന്നത്. അവിടെയാണ് ഫിലോസഫി പഠിച്ചത്. 1 വർഷത്തെ റീജൻസി തളിപ്രമ്പ തൃച്ചംബരം ഇടവകയും സെൻറ്റ് പോൾസ് സ്കൂളും ആയിട്ടായിരുന്നു. പിന്നെ ദൈവശാസ്ത്രം പഠിച്ചത് ആലുവ കാർമൽഗിരി സെമിനാരിലാണ്. അവിടുന്ന് ഒത്തിരി പ്രോത്സാഹനം കിട്ടിയിട്ടുണ്ട്. രൂപതയിൽ നിന്ന് എല്ലാ വൈദികരും പ്രോത്സാഹിപ്പിക്കാറുണ്ട്. പിതാവ്, അഭിവന്യ പിതാവ് അലക്സ് പിതാവ് എല്ലാ മീഡിയപരമായ കാര്യങ്ങൾക്ക് ഒത്തിരി പ്രോത്സാഹനമാണ് വൈദികരും. പട്ടം ഏത് വർഷമാണ്? 2017 ഡിസംബർ 27-ാം തീയതിയായിരുന്നു പട്ടം. ആദ്യത്തെ ഒരു പാട്ട് അച്ഛൻ ചിട്ടപ്പെടുത്തിയത് പട്ടത്തിന് മുമ്പായിരുന്നു? അതായിരുന്നു ഒരു വരികൾ. തിയോളജിയൊക്കെ ആയിരുന്നപ്പോൾ ഒരു നാഥ പ്രിയ നാഥ എന്നൊരു പാട്ട്, ഒരു ചെറിയൊരു പിലാത്ര എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള സ്റ്റുഡിയോയിൽ പോയിട്ട് ഒത്തിരി ആഗ്രഹിച്ച് എന്താണെന്നൊന്നും അറിയാതെ ചെയ്തിട്ടുണ്ട് പോയിട്ട്. അച്ഛനെ പരിചയപ്പെട്ടപ്പോൾ തൊട്ട് ഞങ്ങൾ തിരുപ്പട്ടത്തിൻ്റെ ഒക്കെ ശുശ്രൂഷകൾ, ഞങ്ങളുടെ പ്രൊവിൻസിലെ തിരുപ്പട്ടത്തിൻ്റെ ശുശ്രൂഷകളിലൊക്കെ ഞങ്ങൾ തന്നെയാണ്, അച്ഛന്മാരും പ്രദേശവും കൂടിയാണ്. കഴിഞ്ഞൊരു 3, 4, 5 വർഷങ്ങളായിട്ട് അതിലൊക്കെ ഞങ്ങൾ മുടങ്ങാതെ തിരുപ്പട്ടം കൊടുത്തതിന് ശേഷം എല്ലാവരും കൈമുത്തുന്ന സമയത്ത് പാടുന്നൊരു പാട്ടുണ്ട്. മറന്നിടല്ലേ നീയൊരു പുരോഹിതൻ, മരിക്കുവോളം നീയൊരു മഹോന്നതൻ. എനിക്ക് അത്രമാത്രം ഇഷ്ടപ്പെട്ട ഒരു പാട്ട്. അത് അച്ഛൻ്റെ പാട്ടാണെന്ന് അതോ ആ ഒരു സന്തോഷം പറയാതിരിക്കാൻ വയ്യ. നമുക്ക് എനിക്ക് തോന്നുന്നത് ആ ഒരു പാട്ടിലേക്ക് നമുക്ക് പോവാം. എന്നിട്ട് അതിന് ശേഷം നമുക്ക് ആ പാട്ടിൻ്റെ വിശേഷങ്ങൾ കേൾക്കാം കേട്ടോ. ഓക്കെ. നീയൊരു പുരോഹിതൻ, മരിക്കുവോളം നീയൊരു മഹോന്നതൻ. മറന്നിടല്ലേ നീയൊരു പുരോഹിതൻ, മരിക്കുവോളം നീയൊരു മഹോന്നതൻ. ദൈവവിളി ലഭിച്ചവൻ നീ ഭാഗ്യമുള്ളോൻ, ആ ചിറകിൻ കീഴിൽ എന്നും നിന്ന ഭയം. മറന്നിടല്ലേ നീയൊരു പുരോഹിതൻ. വിശുദ്ധി തൻ പളുങ്കുപാത്രമേ, വിലയാർന്ന മൺകുടമേ, വിശ്വാസ
വിശ്വാസഗോപുരമേ, വെണ്മയാം വെള്ളരിപ്രാവേ, നിന്റെ പൊന്നമ്മയും നിൻ പ്രിയതാതനും കരൾ നൊന്തു പ്രാർത്ഥിച്ച ഫലമല്ലേ നീ. സോദരരും കൂട്ടരും ഒന്നു ചേർന്നാൾ ബലിവേദിയിൽ ചേർത്ത പുണ്യമല്ലേ. നിന്നപരാധത്താൽ നിറയരുതൊരു കണ്ണും കണ്ണീരൊപ്പാനല്ലേ ഈ ജീവിതം. കനിവുള്ള ഇടയൻ്റെ മുഖമാകണേ, മറന്നിടല്ലേ നീ ഒരു പുരോഹിതൻ. നീ ഉയർത്തുമ്പോഴും നീ വിളമ്പുമ്പോഴും നിന്നാത്മനാഥൻ്റെ ഗന്ധമുണ്ട്. നിന്നധരങ്ങളും നിൻ കരസ്പർശവും നിറവിൻ്റെ അനുഭൂതി പകരുന്നതും. ഇടറാതെ നോക്കണേ, ഇളകാതെ കാക്കണേ, ഈ ജന്മം ദൈവത്തിൻ ദാനമല്ലേ. തിരഞ്ഞെത്തി അഭിഷേകം ചെയ്തതല്ലേ, മറന്നിടല്ലേ നീയൊരു പുരോഹിതൻ. മരിക്കുവോളം നീയൊരു മഹോന്നതൻ. ദൈവവിളി ലഭിച്ചവൻ നീ ഭാഗ്യമുള്ളോൻ. ആ ചിറകിൻ കീഴിൽ എന്നും നിന്ന ഭയം, മറന്നിടല്ലേ നീയൊരു പുരോഹിതൻ. വിശുദ്ധി തൻ പളുങ്കുപാത്രമേ, വിലയാർന്ന മൺകുടമേ, വിശ്വാസഗോപുരമേ, വെണ്മയാം വെള്ളരിപ്രാവേ. ലീലാച്ച വളരെ വളരെ മനോഹരമായ, അച്ഛനത് മനോഹരമായിട്ട് പാടി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് എനിക്ക് അത്ര പ്രിയപ്പെട്ട ഒരു ഗാനമാണ്. ഞങ്ങളുടെ തിരുപ്പട്ട ശുശ്രൂഷകളിലൊക്കെ ഈ പാട്ട്, ഈ ഗാനം, എനിക്ക് തോന്നുന്നു ഈ ഗാനം എൻ്റെ ഒപ്പമുള്ള അച്ഛൻ അരുൺ കൊച്ചക്കാരൻ അച്ഛനാണ് പറഞ്ഞത്, അച്ഛൻ ഇങ്ങനൊരു പാട്ടുണ്ട്. നമ്മൾ അതുവരെ പട്ടത്തിന് നമ്മൾ വേറെ പാട്ടുകളൊക്കെ പാടുമ്പോൾ ഈ ഒരു പാട്ട് അപ്പോൾ കേട്ടപ്പോൾ തന്നെ അത് ഫിക്സ് ചെയ്ത് അത് എല്ലാ വർഷം പാടിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഓരോ തിരുപ്പട്ട ശുശ്രൂഷ കഴിയുമ്പോഴും പലരും വന്നിട്ട് അത് പറയാം, അച്ഛൻ നല്ല കൊയറായിരുന്നു, ആ ഗാനം പ്രത്യേകം നല്ലതായിരുന്നൊക്കെ പറയും. പക്ഷെ എനിക്ക് തോന്നിയത് കാര്യമുണ്ട്, അത് നമ്മൾ ആ ശുശ്രൂഷ സമയത്ത് നമ്മൾ ആ അച്ഛന് വേണ്ടി നമ്മളത് പാടുന്നത്, നീ ഒരു പുരോഹിതനാണ്. പക്ഷെ ഇതിന് ശേഷം ഞാനിത് എനിക്ക് തോന്നുന്നത് കണ്ണാടി നോക്കി നമ്മൾ തന്നെ പാടേണ്ട പാട്ട്, മറന്നിടല്ല, ആ വരി മാത്രം ഒന്ന് മാറ്റിയാൽ മതി. ഞാനൊരു പുരോഹിതൻ, ഞാനൊരു മരിക്കുവോളം ഞാനൊരു മഹോന്നതൻ, ഞാൻ ഉയർത്തുമ്പോഴും ഞാൻ വിളമ്പുമ്പോഴും. ആ വരികൾ സുന്ദരമാട്ടോ, ഈശോയുടെ ഗന്ധമുണ്ട്. അത് ഈ പാട്ടിൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് പറയാം. ഈ പാട്ടിൻ്റെ വിശേഷങ്ങൾ പറയുകയാണെങ്കിൽ എടുത്തു പറയേണ്ടത് കോഴിക്കോട് രൂപതയിലെ വൈദികനായ അനിലച്ചനെയാണ്. അനിലച്ചനാണ് ഈ പാട്ട് എഴുതിയത്. അച്ഛൻ്റെയാണ് വലിയൊരു പ്രചോദനം ഇങ്ങനൊരു പാട്ട് ചെയ്യാൻ.
കാരണം ഓഗസ്റ്റ് 4-ാം തീയതി ജോൺ മേരി വിയാനിയുടെ തിരുനാളിന് ഒരു പാട്ട് ഇറക്കാമെന്ന ആശയമായിട്ട് അച്ഛനാണ് വന്നത്. കോവിഡ് കാലമായിരുന്നു. അപ്പോൾ അങ്ങനെ അച്ഛനും ഞാനും ഒരുമിച്ചിരുന്നത് എഴുതി. മാഹി പള്ളിയിൽ ഇരുന്നിട്ടാണ് ഇത് എഴുതുന്നത്. അപ്പോൾ അവിടെ അച്ഛനപ്പോൾ കൊച്ചച്ഛനായിരുന്നു അവിടുത്തെ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടുന്ന് എറണാകുളത്ത് കെസ്ട്രേറ്റിന് കണക്ട് ചെയ്ത് അങ്ങനെ പോയി. ബുദ്ധിമുട്ടിയാണ് പോയത്. പല ഈ ഈ സമയത്ത് കോവിഡ് സമയത്ത് വഴികളൊക്കെ അടച്ചെടുക്കാനുള്ള അങ്ങനെ എഡിറ്റ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടുണ്ടായി കുറേ. കാരണം പലരുടെ അടുത്ത് പോകേണ്ടി വന്നു. ദൂരെ നിന്ന് അയച്ചു കൊടുത്തിട്ടൊക്കെയാണ് എഡിറ്റിംഗ് ഒക്കെ. യാത്ര ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം. എന്നിട്ട് സമയത്ത് റിലീസ് ചെയ്യാൻ പറ്റാതെ ആളുകൾ ഇങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നു. ഭയങ്കരമായ പബ്ലിസിറ്റി ഒക്കെ പോയി ഇങ്ങനെ ഒരു ഗാനം വരുന്നു എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ അത് 3-4 മണിക്കൂർ ലേറ്റായിട്ടൊക്കെയാണ്. അങ്ങനെ കാത്തിരുന്ന് നല്ലൊരു ഹൈപ്പ് പെട്ടെന്ന് ഉയർന്നു വന്നൊരു പാട്ടായിരുന്നു. അനിലച്ചൻ വീണ്ടും പട്ടൊക്കെ എഴുതുന്നതാണല്ലേ? ടോക്കൊക്കെ ആയിട്ട് എനിക്ക് കോംബോ കളയണ്ട. നല്ല ഇതിന് ഓർക്കസ്ട്രേഷൻ ചെയ്തത് എൻ്റെ ഒരു സുഹൃത്തായ നെക്ടർ. അദ്ദേഹം കോട്ടപ്പുറം രൂപതക്കാരനാണ്. ഭംഗിയായിട്ടുണ്ട് ചാ, വളരെ വളരെ മനോഹരമായിട്ടുണ്ട്. ഈ ഓർക്കസ്ട്രേഷൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, അച്ഛൻ ഓർക്കസ്ട്രേഷൻ ചെയ്യുമല്ലേ? അത്യാവശ്യം ഇപ്പം എൻ്റെ പാട്ടുകളിലൊക്കെ ഇപ്പം ഇറങ്ങുന്നതൊക്കെ ഞാൻ തന്നെയാണ്. അല്ല, അത് വളരെ മ്യൂസിക് ഓക്കെ, അത് ഓക്കെ. പക്ഷെ ഓർക്കസ്ട്രേഷൻ ചെയ്യാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതെനിക്ക് തോന്നുന്നത് അച്ഛന്മാരങ്ങനെ ചെയ്തിട്ടുണ്ടോ? എൻ്റെ അറിവിലില്ല. കാരണം അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. പക്ഷെ ഭംഗിയായിട്ട് അച്ഛൻ പല പാട്ടുകൾക്കും ചെയ്യുന്നു. ഞാൻ അറിഞ്ഞത് ഒത്തിരി പാട്ടുകൾക്ക് ചെയ്തിട്ടുമുണ്ട്. അതെങ്ങനെയാണ് അച്ഛൻ പറ്റിയത്? ഓർക്കസ്ട്രേഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇൻസ്ട്രുമെൻറ്റ്സ് ഒത്തിരി താല്പര്യമുള്ളതായിരുന്നു. അപ്പോൾ സെമിനാരി പഠിക്കുന്ന കാലത്ത് തമാശയൊക്കെ ഉണ്ട്. അപ്പം ഈ റെക്രിയേഷൻ്റെ ഒക്കെ സമയത്ത് എല്ലാവരും കളിക്കാനൊക്കെ പോകും, ഞാൻ ഈ കീബോർഡിന് പുറത്തിരിക്കുമായിരുന്നു. ആരും അങ്ങനെ ഗുരുവായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഇതിങ്ങനെ തന്നെ താല്പര്യത്തോടെ ഇരിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ കീബോർഡ് വായിച്ചു തുടങ്ങുന്നത്. പിന്നെ എൻ്റെ തന്നെ പഠനമായതുകൊണ്ട് എനിക്ക് എൻ്റെതായ രീതിയിൽ ഞാനത് പോയി എന്നുള്ളതാണ്. പിന്നെ ചെറുതായിട്ട് ചില സോഫ്റ്റ്വെയർസിലൊക്കെ ഇതിങ്ങനെ റെക്കോർഡ് ചെയ്തെടുത്ത് മിക്സ് ചെയ്ത് ചെറിയ ഓർക്കസ്ട്രേഷൻസ് ഒക്കെ ചെയ്തു തുടങ്ങി. പിന്നെ ഈ നിഹിൽ ജിമ്മി എന്ന ഈ ആണിപ്പഴുതുകളാൽ കറുത്തിരണ്ട എന്നൊക്കെയുള്ള പാട്ടിൻ്റെ ഓർക്കസ്ട്രേഷൻ ചെയ്ത് അദ്ദേഹം എന്നെ ഒത്തിരി സഹായിച്ചു. എനിക്ക് കുറച്ച് കാണിച്ചൊക്കെ തന്നു. അങ്ങനെ ഞാൻ ഡെവലപ്പ് ചെയ്തെടുത്താണ്. ഇപ്പോൾ ലോജിക്കിലാണ് ഞാൻ ഓർക്കസ്ട്രേഷൻസ് ഒക്കെ ചെയ്യുന്നത്. പ്രൊഫഷണലി എല്ലാവരും ഇപ്പോൾ അതിലൊക്കെയാണ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ പഠിക്കാമായിരുന്നില്ലേ? പഠിക്കാൻ പോകണം. ഇത് അത്ര എളുപ്പമല്ല. കാരണം ഞാൻ വളരെ എനിക്ക് തോന്നുന്നു അച്ഛൻ ഇത്രയും പാട്ടുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഓർക്കസ്ട്രേഷൻ ഒത്തിരി നടത്തിയിട്ടുണ്ടെങ്കിൽ ആ ഒരു സിദ്ധി കളയരുന്ന് മാത്രമാണ് അച്ഛൻ പ്രാർത്ഥന. അതെ. അല്ല, ഇനി ഒത്തിരി പാട്ടുകൾ വരട്ടെ. എനിക്ക് തോന്നുന്നു വരുന്ന എപ്പിസോഡുകളിൽ അച്ഛൻ്റെ കൂടുതൽ വിശേഷം നമുക്ക് കേൾക്കാനുണ്ട്, കൊച്ചിൻ്റെ അനുഭവങ്ങളുണ്ട്. അപ്പോൾ എന്തായാലും ഒത്തിരി സന്തോഷം. ഇങ്ങനെ ഈ ഷാലോം ഇവിടെ വന്ന് പാടണമെന്ന് എന്നെ ചേട്ടൻ വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞത് വിപിൻ കുരിശുധർ അച്ഛനാണ് അച്ഛൻ്റെ പേരും നമ്പറും തന്നതെന്ന് പറഞ്ഞു. അപ്പം ഞാനുള്ളിൽ ആഗ്രഹിച്ചു അച്ഛനൊന്ന് കാണണം. ഒത്തിരി പല ചങ്കാണ് ഒക്കെ കേട്ട് ഫാനായിട്ടിരിക്കുന്ന ഒരാളാണ്. കണ്ണൂരിൽ അച്ഛൻ്റെ ഒരു വലിയ ഫാൻസ് തന്നെയുണ്ട്. അപ്പോൾ അച്ഛനെ കാണാൻ ഞാൻ അച്ഛനോട് പറഞ്ഞില്ലേ, ഞാനും അച്ഛൻ്റെ ഒരു വലിയൊരു ആരാധകനാണ്. ഗാനങ്ങൾ കേട്ടിട്ട് ഒത്തിരി പേര് പറഞ്ഞൊക്കെ കേട്ടിട്ടുണ്ട്. അച്ഛനൊരു അധ്യാപകനാണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇടയിൽ പാട്ടും കൊണ്ടുപോകുന്നു എന്നുള്ളത് വലിയൊരു കാര്യമായിട്ട്. ഒരു എയ്ഡഡ് സ്കൂൾ അധ്യാപകനാണ്. അപ്പോൾ എന്തായാലും പ്രൈവറ്റ് സ്കൂൾ പോലെയല്ല, സ്വന്തമായി തീരുമാനം എടുത്ത് പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് വലിയൊരു ശുശ്രൂഷയാണ്. ഇത്ര യാത്ര ചെയ്ത് ഞാനോട് വന്ന സ്ഥിതിക്ക് അപ്പം പ്രേക്ഷകരെല്ലാവരും ആഗ്രഹിക്കുന്നൊരു കാര്യമാണ് അച്ഛൻ്റെ ശബ്ദത്തിലൊരു ഗാനം. എന്തായാലും അച്ഛൻ പാടിയും മതിയാവുള്ളൂ. എനിക്ക് സന്തോഷമേ ഉള്ളത് അച്ഛൻ. നല്ല വാക്കുകൾക്കൊക്കെ ഒത്തിരി നന്ദി അച്ഛാ. വീണ്ടും ആ സന്തോഷം അറിയിക്കുകയാണ്. എനിക്ക് ഈ ഇടയ്ക്കൊരു ദമ്പതിമാർക്കായിട്ട് കപ്പിൾസിന് വേണ്ടി ഒരു ഗാനം, അത് നമ്മുടെ ലിബിൻ ദാസ് അച്ഛനാണ്. ഈ അച്ഛൻ്റെ ഒരു പ്രത്യേകത, അച്ഛനെ പലർക്കും അറിയാൻ പറ്റും. ഒരു കരോട്ടെ ഒരു വീഡിയോ ഉണ്ടല്ലോ, കരോട്ടയിൽ അച്ഛൻ ഓപ്പണൻ്റായിട്ട് ഒരാൾ മറിച്ചിട്ടടിക്കുന്ന ഒരു അച്ഛനാണ്. അച്ഛൻ വലിയ നന്നായിട്ട് വരികളിൽ നല്ല ടോക്കുകളൊക്കെ വേണ്ട. അച്ഛൻ്റെ ഒരു ഗാനമുണ്ട്. അതിന് സംഗീതം നൽകിയത് ആൻ്റണി വിൻസെൻ്റ് കപ്പൂച്ചൻ, ഒരു ബ്രദറാണ്. ആ ഒരു ഗാനം ഈ സമയത്ത് ഒത്തിരി സ്നേഹത്തോടെ കണ്ണൂർ രൂപതയിലുള്ള പ്രിയപ്പെട്ട അച്ഛൻ്റെ കൂട്ടുകാർക്കൊക്കെ ആയിട്ട് സ്നേഹത്തോടെ സമർപ്പിച്ചുകൊണ്ട്. താങ്ക് യു. ദൈവത്താ അനുഗ്രഹീതരാ ദമ്പതിമാരെ നിങ്ങൾക്കായിന്ന്, ദൈവത്താൽ അനുഗ്രഹീതരാ ദമ്പതിമാരെ നിങ്ങൾ
നിങ്ങൾക്കായിന്ന് പ്രാർത്ഥന മലരുകളേകുന്നു, ആശംസയേകി അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥന മലരുകളേകുന്നു, ആശംസയേകി അനുഗ്രഹിക്കുന്നു. ദൈവത്താൽ അനുഗ്രഹീതരാ ദമ്പതിമാരെ നിങ്ങൾക്കായിന്ന് പടുത്തുയർത്തുവിൻ ഒരു തിരുക്കുടുംബം, നസ്രത്തിലെ തിരുക്കുടുംബം പോലെ. പടുത്തുയർത്തുവിൻ ഒരു തിരുക്കുടുംബം, നസ്രത്തിലെ തിരുക്കുടുംബം പോലെ. ബന്ധങ്ങൾക്കൂന്നൽ നൽകി പരസ്പരം സ്നേഹിച്ചും പങ്കുവച്ചും. ബന്ധങ്ങൾക്കൂന്നൽ നൽകി പരസ്പരം സ്നേഹിച്ചും പങ്കുവച്ചും. ഹൃദയങ്ങൾ അന്യോന്യം തിരിച്ചറിഞ്ഞും ഒന്നായി ചേർന്നിടാം ദൈവത്തിൻ തിരുസന്നിധിയിൽ. ദൈവത്താൽ അനുഗ്രഹീതരാ ദമ്പതിമാരെ നിങ്ങൾക്കായിന്ന് പടുത്തുയർത്തുവിൻ ഒരു തിരുക്കുടുംബം, നസ്രത്തിലെ തിരുക്കുടുംബം പോലെ. മറിയത്തിൻ സ്നേഹവാത്സല്യവും വിശുദ്ധർ തൻ മാധ്യസ്ഥവും. മറിയത്തിൻ സ്നേഹവാത്സല്യവും വിശുദ്ധർ തൻ മാധ്യസ്ഥവും. യൗസേപ്പ് പിതാവിൻ തൻ കരുതലും കൂട്ടായിരിക്കട്ടെ ഇന്നീ ദിവ്യദിനത്തിൽ. ദൈവത്താൽ അനുഗ്രഹീതരാ ദമ്പതിമാരെ നിങ്ങൾക്കായിന്ന് പ്രാർത്ഥന മലരുകളേകുന്നു, ആശംസയേകി അനുഗ്രഹിക്കുന്നു. ദൈവത്താൽ അനുഗ്രഹീതരാ ദമ്പതിമാരെ നിങ്ങൾക്കായിന്ന് പടുത്തുയർത്തുവിൻ ഒരു തിരുക്കുടുംബം, നസ്രത്തിലെ തിരുക്കുടുംബം പോലെ. പടുത്തുയർത്തുവിൻ ഒരു തിരുക്കുടുംബം, നസ്രത്തിലെ തിരുക്കുടുംബം പോലെ. അച്ഛാ ഒത്തിരി നന്ദി. നല്ലൊരു ഗാനം പ്രേക്ഷകർക്ക് വേണ്ടി ആലപിച്ചതിന്. നല്ല ഗാനം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ദമ്പതിമാർക്ക് വേണ്ടിയുള്ള പാട്ടാകുമ്പോൾ കുറേയും കൂടെ ആളുകൾ കേൾക്കാനൊക്കെ ഇഷ്ടമുള്ള. പിന്നെ എഴുതിയ ലിബിൻ ദാസ് അച്ഛൻ വൈറലാണല്ലോ വീഡിയോയിൽ. അച്ഛൻ്റെ നല്ല ടോക്ക്. അപ്പോൾ ആളെ മറിച്ചിട്ട സ്ഥിതിക്ക് എന്തായാലും ദമ്പതിമാർക്ക് വേണ്ടി എഴുതാൻ പറ്റിയ ആൾ കൂടിയാണ്. എനിക്ക് ലിനോ അച്ഛൻ്റെ കൂടുതൽ പാട്ടുകൾ നമുക്ക് ഇന്ന് ഈ എപ്പിസോഡിൽ പാട്ടുകളൊക്കെ അച്ഛൻ്റെ നമുക്ക് നെഞ്ചിൽ തന്നെ ഏറ്റിയ പാട്ടുകൾ, നമുക്കറിയാവുന്ന പാട്ടുകളാണ്. കൂടുതൽ നല്ല മനോഹരമായ ഗാനങ്ങളൊക്കെ ഉണ്ട്, മനോഹരമായ വിശേഷങ്ങളൊക്കെ ഉണ്ട്. വരുന്ന എപ്പിസോഡിൽ നമുക്ക് അച്ഛൻ്റെ കൂടുതൽ പാട്ടുകളും അതുപോലെ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം. അതുവരെ എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ ശാലം ടിവിയുടെ ഹെവൻലി മെലഡീസിൻ്റെ പേരിൽ ഹൃദയപൂർവ്വം നന്ദി. കണികകളെല്ലാം വറ്റിയ വിരിമാറ് കുത്തി പിളർന്നപ്പോൾ ജീവജലം ഉയരേകിയവൻ സ്വയം ശൂന്യനായി തൂങ്ങും
ജീവനിൽ